ഹലോ ഗേസ്, ജെനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് രണ്ട് ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വാഴത്തട തോരൻ അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പ് എന്നാണ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പറയുക. വാഴത്തട തോരൻ ആൻഡ് പുളിരസം. പുളിരസം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ വാഴത്തട തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉണ്ണിക്കാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3 വറ്റൽ മുളകും കൂടെ ഇടണം. 3 വറ്റൽ മുളകും കൂടെ ഇട ചെയ്യണം. എന്നിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴത്തട ഉണ്ണിക്കാമ്പ് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇടണം. നൈസായിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ, കുനുകുനാ അരിയണം. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട്, ഇതിപ്പോൾ ഞാനൊരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സിമ്പിളായിട്ടാണ് ഇത്, പെട്ടെന്ന് തീരും. പക്ഷേ ഞാനൊരു കയ്യിൽ ഫോൺ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ലേഖായിട്ട് തോന്നുന്നത്. ഇനി അധികം വിഷമിപ്പിക്കില്ല. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ശകലം മഞ്ഞയും കൂടെ ഇടണം. ശകലം മഞ്ഞ, കൂടുതലിടരുത്, ശകലം മതി. ഒരു കളറിന് ആവശ്യമായ ഇത്ര ഇതാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കണം. നമ്മൾക്കത് അടച്ച് വെക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിരസമാണ്. അതിനൊരു ചട്ടി വെച്ചു. അതിനകത്തേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് ഇട്ടു, 1 ടീസ്പൂണോളം കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇടണം. ഒരു 5-6 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 10-15 കൊച്ചുള്ളി, 10-15 കൊച്ചുള്ളി, ഒരു 5-8 പച്ചമുളക്, ഒരു അല്ലി, ഇത് വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ 1 എടുത്തുള്ളൂ, അല്ലെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്കിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് കടുകും ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ
ചട്ടിയിലേക്ക് ഇട്ടിട്ട് വഴറ്റാം. സിമ്പിൾ ടിപ്സാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മീനൊന്നും വേണ്ട, ഇത് മാത്രം മതി, ഈ പുളിരസം മാത്രം മതി ചോറ് കഴിക്കാൻ. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുക്കണം. ഈ കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം വസണ്ട് വരുമ്പോൾ ഈ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കണം. നല്ലോണം വസണ്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ തോരൻ എന്തായി നോക്കാം. തോരനോടെ പായി വരുന്നുണ്ട് ഗൈസ്. തോരൻ പാകമായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത്, തോരന് വേണ്ടത് പച്ചമുളകും തേങ്ങയും കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുക്കണം. അതായത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ഇത് പാകമായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുക്കണം. ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്നുണ്ടാക്കി ഒരു തവണ കഴിച്ചു നോക്കണം. വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളവിടെ തോര റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കിടന്നിട്ട് ഇങ്ങനെ വേവട്ടെ. നമ്മൾ രസത്തിൻ്റെ കാര്യം നോക്കാം. കൊച്ചിൻ്റെ എല്ലാം നല്ലോണം വശണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളി ഒഴിച്ച് കൊടുക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ പുളിവെള്ളം ഒഴിക്കുകയാണ്. ഇനി നമ്മൾക്ക് തീ കൂട്ടി കൊടുക്കാം.
ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കാം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. തോരണം നോക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. തോരൻ മാത്രം കൂട്ടിയും ചോറ് കഴിക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തോരൻ ഇവിടെ റെഡിയായി ഗൈസ്. ഇനി നമ്മൾക്ക് തീ ഓഫാക്കാം. ഇനി പുളിരസം നല്ലോണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ തോരൻ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കണം. പുളിരസം തിളക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഗൈസ്. ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാം. ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം ഉണ്ടാവും, വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ്. പുളിരസം തിളച്ചു വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ചോട്ടെ. കണ്ടോ ഗൈസ്, ഇത് മാത്രം മതി ചോറ് വയ്ക്കാൻ. എരിവും പുളിയും എല്ലാ ആവശ്യത്തിനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാൻ എന്തൊക്കെ വേണം ഇൻഗ്രീഡിയൻസ് എന്ന്. ആദ്യം വാഴത്തട തോരൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. വാഴത്തട എടുക്കണം. വാഴത്തട അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പ്.
പല നാട്ടിലേക്കും പല പേരാണ്. വാഴത്തട എടുത്തിട്ട് നൈസായിട്ട് ചെറുതാക്കി അരിഞ്ഞ് കുനുകുന അരിയണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ സാധനം 3 വറ്റൽ മുളക്, 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ പച്ചമുളക് അവനവൻ്റെ എരിവിന് ആവശ്യമായത്, അവരവർക്ക് ആവശ്യമായ എരിവിന് ആവശ്യമായത്, അതായത് 2 തണ്ടോ 3 തണ്ടോ എടുക്കുക. എന്നിട്ട് പച്ചമുളകും തേങ്ങയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ തോരന് ചതച്ച് വെക്കണം. മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് വെക്കണം. എന്നിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് അതിൻ്റെ അകത്തേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കടുക് പൊട്ടിച്ച് ശകലം കറിവേപ്പില ഇട്ടിട്ട് അരിഞ്ഞു വെച്ച വാഴത്തട തോരൻ അതിലേക്കിട്ട്, ഉണ്ണിക്കാമ്പ് അതിലേക്കിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ശകലം മഞ്ഞയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും മിക്സ് ഇതിലേക്കിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടെ ആക്കി പാകത്തിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് പാകത്തിന് ഇളക്കി എടുത്ത് തീ ഓഫ് ചെയ്യുക. ഓക്കെ. അതുപോലെ പുളിരസത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു 10-15 കൊച്ചുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 6 വറ്റൽ മുളക്, ഒരു 3 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് വേണം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ച് വെക്കണം. വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കണം. എന്നിട്ട് ഒരു ചട്ടി വെച്ച് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഒരു 5-6 വറ്റൽമുളകും കൂടെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് എല്ലാം റെഡിയായതിന് ശേഷം അതിനകത്തേക്ക് ഈ ചതച്ച് വെച്ച പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടണം. പച്ചമുളക് അവനവൻ ആവശ്യം, അതായത് ഇതിന് എരിവിന് ആവശ്യമായത് നോക്കിയിട്ടെടുക്കണം. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 4-5 മതിയാവും, അല്ലെങ്കിൽ ഒരു 8 വരെയൊക്കെ എടുക്കാം. എന്നിട്ട് അത് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് ഒഴിക്കണം. പുളിയൊരു വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ച് ഈ പാകമാകുമ്പോൾ എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ഇടാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും അവരവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.